എല്ലാവർക്കും നമസ്കാരം. വീനസ് കോമ്പറ്റേറ്റീവ് മാസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂട്ടേഷനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് മ്യൂട്ടേഷൻ, എന്താണ് മ്യൂട്ടേഷൻ, എന്തുകൊണ്ടാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. Mutation is the change in our DNA base pair sequence due to various environmental factors, UV light, mistakes during DNA replication, etc. അതായത് ഒരാളുടെ ഡി എൻ എയിലെ ബേസ് പേഴ്സിനോ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ സംഭവിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും മിസ് മാച്ചിങ്ങോ മിസ് പെയറിങ്ങോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഒക്കർ ഇൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ചസിനെയാണ് മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുള്ള വേരിയസ് ആയിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടർ ആവാം, അല്ലെങ്കിൽ യു വി ലൈറ്റ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡി എൻ എ റെപ്ലിക്കേഷന് വരുന്ന മിസ്റ്റേക്കുകളാവാം. ഓക്കെ, ഓരോ ഓർഗാനിസത്തിനും സ്പെസിഫിക് ആയിട്ടാണ് ഡി എൻ എ സീക്വൻസ് നമുക്കറിയാം. അത് ബേസ് പെയറിങ്ങും ഒക്കെ അതിനെ തന്നെ ചേഞ്ച് ചെയ്ത് ആയിരിക്കും മാറുന്നത്. ചില സമയത്ത് ഈ സീക്വൻസിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സംഭവിക്കും. അതിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന മ്യൂട്ടേഷൻ എന്തിന് കാരണമാവും? പ്രോട്ടീൻ ട്രാൻസ്ലേഷന് അതിലും ചേഞ്ചസ് സംഭവിക്കും ഇല്ലേ? ഡി എൻ എ നേരെ വന്നാലല്ലേ ആർ എൻ എ അടുത്ത് നേരെ വരുള്ളൂ. അടുത്ത ആർ എൻ എ ശരിക്കുമുള്ള പേരിൽ വന്നെങ്കിൽ മാത്രമേ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് നന്നായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ അത് മൊത്തം ഡാമേജ് വരും. അത് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത ജനറേഷൻ ഹെറിഡിറ്റി ഒക്കെ ബാധിക്കുന്ന തരത്തിലായിരിക്കും മ്യൂട്ടേഷൻ സംഭവിക്കുക. കുറച്ച് ടൈപ്പുകളുണ്ട് മ്യൂട്ടേഷന്. 3 ടൈപ്പുകൾ: സൈലൻറ്റ് മ്യൂട്ടേഷൻ, നോൺസെൻസ് മ്യൂട്ടേഷൻ ആൻഡ് മിസ്സെൻസ് മ്യൂട്ടേഷൻ. സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എനി ചേഞ്ച് സീക്വൻസ് ഡി എൻ എയിൽ ഉണ്ടാകുന്ന എനി ചേഞ്ചസ് which has no further impact on the amino acid sequence in a protein or in the functions performed by the protein. There is no phenotypic indicator of mutation. ഇവിടെ എന്ന് പറഞ്ഞാൽ ചില ചേഞ്ചുകൾ ഡി എൻ എയിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചുകളെയാണ് ഇവിടെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സൈലൻറ്റ് മ്യൂട്ടേഷനിൽ അതിന് കൂടുതൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അമിനോ ആസിഡ് സീക്വൻസിലോ പ്രോട്ടീൻ സിന്തസിസിലോ ഒന്നും, അല്ലെങ്കിൽ ഒരു ഫീനോട്ടിപ്പിക് ഇൻഡിക്കേറ്ററിലോ ആയിട്ടോ ഒന്നും എന്തുണ്ടാകത്തില്ല. ഈ മ്യൂട്ടേഷന് യാതൊരുവിധ ബന്ധവും ഉണ്ടാകത്തില്ല. ഫീനോട്ടിപ്പിക് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ക്യാരക്ടറായിട്ടും കൂടെ കാണിക്കുകയാണ് അല്ലേ? ബിഹേവിയർ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത് അല്ലേ? ഫീനോടൈപ്പും ജീനോടൈപ്പും. അപ്പോൾ ഫീനോട്ടിപ്പിക് ഇൻഡിക്കേറ്റർ ഒന്നും അല്ല ഈ മ്യൂട്ടേഷൻ സംഭവിച്ച. അതിനാണ് നമ്മൾ സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ when due to a point mutation there is change in the sequence of base pair leading to stop codon, it results in a shortened or non-functional protein. നോൺസെൻസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പോൾ ആ സീക്വൻസ്, ആ ഒരു ബേസ് പെയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സ്റ്റോപ്പ് കോഡോണായിട്ട് മാറും. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഷോർട്ടൻഡ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയിട്ട് മാറും. കുറേ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ് അതുപോലെ ഉണ്ടായിരിക്കും. അതാണ് എന്ത്? നോൺസെൻസ് മ്യൂട്ടേഷൻ്റെ. ഇനി മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ A missense mutation is a result of point mutation leading to change in the codon which then codes for another amino acid. ഇവിടെ എന്ന് പറഞ്ഞാൽ പോയിന്റ് മ്യൂട്ടേഷൻ തന്നെയാണ്. ലീഡ് ടു ചേഞ്ച്, ആ കോഡോൺ തന്നെ ചേഞ്ച് ചെയ്യും, എന്നിട്ട് അത് വേറെ അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. ഓക്കെ, ഇന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല, ലൈസിനെ കോഡ് ചെയ്യേണ്ട അമിനോ ആസിഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനായിരിക്കും ഒരു കോഡ് ഉണ്ട്. ആ കോഡ് വന്ന് ലൈസിനെ കോഡ് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് ലൈസിനെ കോഡ് ചെയ്യത്തില്ല. അത് ആ കോഡോൺ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതിനെങ്കിലും അലാനിനോ മെത്തിയോണൈനോ ഒക്കെ പോയി കോഡ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് കോസസ്, മ്യൂട്ടേഷൻ്റെ കോസസ്? Mutation lead to genetic variations among species. Positive mutations are transferred to successive generation. Genetic variations ഉണ്ടാവും അല്ല? സ്പീഷീസിൽ ഉണ്ടാകുന്ന ജനറ്റിക് വേരിയേഷനൊക്കെ കാരണം മ്യൂട്ടേഷനാണ്. ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുന്ന പോസിറ്റീവ് മ്യൂട്ടേഷൻസ് ആണെങ്കിൽ സക്സസീവ് ജനറേഷനിൽ കാണാനായിട്ട് പറ്റും. Mutation in the gene coding for hemoglobin causes sickle cell anemia. ജീൻ കോഡിങ്, ഹീമോഗ്ലോബിൻ്റെ ജീൻ കോഡിങ്ങിന് സംഭവിക്കുകയാണെങ്കിൽ, മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നു. ദ ആർ ബി സീസ് ബിക്കം സിക്കിൾ ഇൻ ഷേപ്പ്.
However, in the African population, this mutation provides protection against malaria. A mutation in the gene controlling the cell division leads to cancer. ജീൻ കൺട്രോളിങ്ങിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ, അതായത് സെൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്തായിട്ട് മാറും? ക്യാൻസറായിട്ട് മാറും. രണ്ട് തരം കോസുകളാണുള്ളത്. രണ്ട് തരം കോസുകളാണുള്ളത്, internal കോസും external കോസും. Most of the mutations occur in the DNA fails to copy accurately. All this mutation lead to evolution. During cell division, the DNA make a copy of its own. Sometimes the copy of the DNA is not perfect, and this slight difference from the original DNA is called a mutation. അതായത് ചില സമയം ഇൻറ്റേർണൽ കോസ് എന്ന് പറയുന്നത് ഡി എൻ എയുടെ കോപ്പി ആക്ച്വലായിട്ട് ഉണ്ടാക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ എല്ലാ മ്യൂട്ടേഷനും ഇവല്യൂഷന് കാരണമാവുന്നെന്നാണ് പറയുന്നത്. സെൽ ഡിവിഷൻ്റെ സമയത്ത് DNA അതിന് തന്നെ കോപ്പി ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ചില കോപ്പി പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, അതിനെന്തെങ്കിലും ഡിഫറൻസ് വരും. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന കോപ്പിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി എക്സ്റ്റേണൽ കോസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, റേഡിയേഷൻസ്, DNA ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും, ഈ പറയുന്ന കെമിക്കൽസും റേഡിയേഷൻസും ഒക്കെ. സോ ദ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് കോസ് ദ തൈമിൻ ഡൈമർ ടു ബ്രേക്ക് റിസൾട്ടിങ് ഇൻ എ മ്യൂട്ടേറ്റഡ് DNA. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എന്ത് സംഭവിക്കുന്നു? തൈമിൻ ഡൈമറിനെ ബ്രേക്ക് ചെയ്ത് ഒരു മ്യൂട്ടേറ്റഡ് DNA ആയിട്ട് മാറ്റാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നൊരു സാധനമാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പിക്ചറാണ് കണ്ടോ, യു വി ഫോട്ടോൺ വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് മ്യൂട്ടേഷൻ്റെ എഫക്റ്റ്, മ്യൂട്ടേഷൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. There are several mutations that cannot be passed on to the offspring. Such mutations occur in the somatic cells and are known as somatic mutations. രണ്ട് തരം നമ്മൾ പറഞ്ഞു. സോമാറ്റിക് സെല്ലിന് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ, പാരൻറ്റിൻ്റെ സോമാറ്റിക് സെല്ലിലാണ് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അതൊരിക്കലും അടുത്ത ജനറേഷൻ ഓഫ്സ്പ്രിങ്ങിലേക്ക് പോകത്തില്ല. അതിനെയാണ് നമ്മൾ സോമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ജേം ലൈൻ മ്യൂട്ടേഷൻ ആണെങ്കിൽ അത് എല്ലാ ജനറേഷനിലേക്കും പോകും, കാരണം അത് റീപ്രൊഡക്റ്റീവ് സെല്ലായതുകൊണ്ട്. ബെനഫിഷ്യൽ എഫക്ട്സ് എന്താണ് മ്യൂട്ടേഷൻ്റെ ബെനഫിഷ്യൽ എഫക്ട്സ്? ചില മ്യൂട്ടേഷൻസുകൾ ന്യൂ വേർഷൻ, പുതിയ പ്രോട്ടീൻ്റെ വേർഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഹെൽപ്പ് ദ ഓർഗാനിസം ടു അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റ്. എന്തെങ്കിലും ചേഞ്ചസ്, എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ആ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഓർഗാനിസത്തിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് ഇവല്യൂഷന് കാരണമാവുന്നു. ഓക്കെ, എന്തെങ്കിലും നല്ലത് എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള മ്യൂട്ടേഷൻസൊക്കെ ആണെങ്കിൽ എന്താണ് അത്? ഇവല്യൂഷനാണ്. ഓക്കെ, ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. മ്യൂട്ടേഷൻ ഇൻ മെനി ബാക്ടീരിയ റിസൾട്ട് ഇൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ചില ബാക്ടീരിയയ്ക്ക് മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ടുണ്ട്, അവർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻസ് ആയിട്ട് മാറും. അപ്പോൾ അവർക്ക് ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ പോലും വളരാനായിട്ട് പറ്റും. ഓക്കെ, യൂണിക് മ്യൂട്ടേഷൻ ഫൗണ്ട് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ഇറ്റലി പ്രൊട്ടക്ട്സ് ദം ഫ്രം atherosclerosis where fatty materials build up in the blood vessels. അതൊരു തരത്തിലുള്ള മ്യൂട്ടേഷനാണ്. എന്തെങ്കിലും എന്താണ് ഈ പറയുന്ന ഫാറ്റി മെറ്റീരിയൽ ഈ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തു. അതാണ് മ്യൂട്ടേഷൻ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണെന്നാണ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്. നമുക്കറിയാം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സസ് ആണുള്ളത് അല്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. Natural, so it is natural to find the confounding as from the sex the baby inherits that results in the sex of the child. There are several other procedures followed to determine the sex of a newborn baby. Based on the environmental signals, the sex of a baby can be determined. In a few animal species, temperature plays a major role in sex determination. In other animals, like snails, it is possible to change sex as they are not genetically processed.
In human beings, the sex of an individual is genetically determined. In other words, the gene which are inherited from their parents decided the sex of the child. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ജനറൽ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ലാസ്റ്റത്തെ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതായത് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജനറ്റിക്കലിയാണ്. ഓക്കെ, ജനറ്റിക്കലിയാണ്. കാരണം എന്താണ്, അവർ ഇൻഹെറിറ്റഡ് ആയ സമയത്ത്, അതായത് ജീൻ വിച്ച് ആർ ഇൻഹെറിറ്റഡ് ഫ്രം ദർ പാരൻസ് ഡിസൈഡ്, പാരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ജീൻസാണ് എന്ത് തീരുമാനിക്കുന്നത്, കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. To understand how the determination of sex happens, we need to know the following process. നമുക്ക് അറിയാവുന്ന കുറച്ച് ജനറൽ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 23 പെയർ ഓഫ് ക്രോമസോമാണ് ഹ്യൂമൻസിനുള്ളത്. അതിൽ 23-ക്കകത്ത് 22 പെയറും ഓട്ടോസോമലാണ്. അതിനകത്ത് ഒരു പെയർ മാത്രമേ സെക്സ് ക്രോമസോം ഉള്ളൂ. അവരാണ് സെക്സ് ഡിറ്റർമിനേഷനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൊത്തം 23 പെയർ ക്രോമസോം ഉണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ. അതിൽ 23 പെയറിനകത്ത് 22 എണ്ണം ഓട്ടോസോമലാണ് അല്ലെങ്കിൽ സോമാറ്റിക് ആണെന്ന് പറയാം അല്ലേ. ബാക്കിയുള്ള ഒരൊറ്റ പെയർ മാത്രമേ സെക്സ് ക്രോമസോമായിട്ട് നമ്മൾ പറയുന്നുള്ളൂ. ഇവരാണ് സെക്സ് ഡിറ്റർമിനേഷന് ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ. ഈ പറയുന്ന ഒരു പെയർ ക്രോമസോമാണ്. മെയിലിനകത്തും ഫീമെയിലിനകത്തും 2 സെറ്റ്സ് ഓഫ് സെക്സ് ക്രോമസോംസ് ആണുള്ളത്. 2 സെറ്റ്സ്, അതായത് 1 പെയർ എന്ന് പറയുമ്പോൾ 2 സെറ്റ്സ്. മെയിലിനകത്താണെങ്കിൽ ഒരു എക്സും ഒരു വൈയും സെക്സ് ക്രോമസോംസ് ഉണ്ട് ആക്റ്റീവായിട്ട്. ഇനി ഫീമെയിൽ ആണെങ്കിൽ 2 എക്സ് ആണ്. ഓക്കെ, 2 സെറ്റ് ഉള്ളത് 2 എക്സ് ആണ്. ഓക്കെ, അതാണ് ആക്റ്റീവ്. The XY sex determination system is found in humans, mammals, in some insects and few plant species. അതിനകത്ത് XY sex determination method ആണ് യൂസ് ചെയ്യുന്നത്. All children will inherit in an X chromosome from their mother despite whether they are a boy or girl. Thus, the sex of the children will be determined by the type of chromosome inherited from their father. അമ്മയ്ക്ക്, ആ കുട്ടിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ, ഏത് ഈ എക്സ് 2 എക്സ് അമ്മയ്ക്കുള്ളത്, അതിൽ നിന്ന് ഒരു എക്സ് മാത്രമേ അമ്മയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഒരിക്കലും ഒരു പെൺകുട്ടീനെയോ ആൺകുട്ടീനെയോ ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു എക്സ് കൊണ്ട് പറ്റത്തില്ല അല്ലേ. അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആൾ ആരാണ്, അച്ഛൻ്റെ ക്രോമസോമാണ്. ഓക്കെ, അച്ഛൻ എക്സ് ആണ് അത് ക്രോസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ ഫ്യൂസ് ചെയ്യുന്നത് ഈ എക്സിനോട് ഒരു എക്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഗേൾ ഉണ്ടാവുകയും, ഈവൻ വൈ ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ എക്സിനോട് കൂടി ഒരു വൈ ചേരുമ്പോൾ അവിടെ ഒരു ബോയ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, a male semen holds approximately 50% of Y sperm cells and other 50% of X sperm cells. എക്സും വൈയും ഈക്വൽ എമൗണ്ട് ആണ് കാണിക്കുന്നത്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, മദറിന് എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. 50% എക്സ് ആണ്, അടുത്ത 50% എക്സ് ആണുള്ളത്, ഈക്വലി എക്സ് ആണുള്ളത്. ഓക്കെ, മെയിലാണെങ്കിൽ 50% എക്സും കോൺട്രിബ്യൂട്ട് ചെയ്യാം, 50% വൈയും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് സെക്സ് ഡിറ്റർമിനേഷനകത്ത് പറഞ്ഞത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്താണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ഇവിടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് DNA അല്ലേ, കംപ്ലീറ്റ് DNA, ഒരാൾക്കുള്ള കംപ്ലീറ്റ് DNA നമ്മൾ സീക്വൻസ് ചെയ്യുകയാണ്. ഇത്ര ബില്യൺ ബേസ് പെയർ ഉണ്ടാവും. ഒരു ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് 3.3 ബില്യൺ ബേസ് പെയർസ് ലോങ് ആണ്. അത്രയും സാധനത്തിനെ നമ്മൾ നിവർത്തി വെച്ച് നമ്മൾ നിവർത്തി വെച്ച് ബേസ് പെയർ എല്ലാം വെച്ച് സീക്വൻസ് ചെയ്യുന്നു. അതിനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് കണ്ടില്ലേ, അതൊരു ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് റിസർച്ച് പ്രോജക്റ്റാണ് വിച്ച് ഗോട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഇൻ ദ ഇയർ 2003. അതായത് എൻ്റയർ ഹ്യൂമൻ ജീനോമിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാണ് അവരുടെ ഗോള്?
അതായത് ഒപ്റ്റിമൈസിങ് ഓഫ് ദ ഡാറ്റ അനാലിസിസ്, സീക്വൻസിങ് ദ എൻ്റയർ ജീനോം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കംപ്ലീറ്റ് ഹ്യൂമൻ ജീനോം, ക്രിയേറ്റിംഗ് ജീനോം സീക്വൻസ് ഡാറ്റാബേസ് ടു സ്റ്റോർ ദ ഡാറ്റ, ടേക്കിംഗ് കെയർ ഓഫ് ദ ലീഗൽ, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് ദ പ്രൊജക്ട് മേ പോസ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഡാറ്റ അനാലിസിസ്, എൻ്റയർ ജീനോമിനെ സീക്വൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അവരുടെ ഗോള്. ഇനി എന്താണ് അതിൻ്റെ പ്രോസസ്സ് നോക്കാം. ഓക്കെ, ദ കംപ്ലീറ്റ് ജീൻ സെറ്റ് വാസ് ഐസൊലേറ്റഡ് ഫ്രം എ സെൽ. കംപ്ലീറ്റ് ജീനിനെ നമ്മളൊരു സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ദിസ് ഡി എൻ എ സ്ട്രക്ചർ വാസ് ദെൻ ആംപ്ലിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്റ്റർ വിച്ച് മോസ്റ്റ്ലി വാസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇത് രണ്ടുമാണ് അവരുടെ ആംപ്ലിഫൈഡ് വെക്ടേഴ്സ്. ഓക്കെ, ദ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് വെർ ദെൻ സീക്വൻസ്ഡ് യൂസിങ് ഡി എൻ എ സീക്വൻസേഴ്സ്. സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് വീണ്ടും സീക്വൻസ് ചെയ്യുന്നു ഡി എൻ എ സീക്വൻസസ് വെച്ചിട്ട്. എന്നിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഓവർലാപ്പിംഗ് റീജിയൻസ് ദ സീക്വൻസസ് വെർ ദെൻ അറേഞ്ച്. ഓവർലാപ്പിംഗ് റീജിയൻസ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, സീക്വൻസസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നു. ഓൾ ദി ഇൻഫർമേഷൻസ് ഓഫ് ദിസ് ജീനോം സീക്വൻസ് വാസ് ദെൻ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാം. ഈ ജീനോമിനകത്ത് ഉള്ള എല്ലാ ഇൻഫർമേഷനും അവരെന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദിസ് വേ the entire genome was sequenced and stored as a genome database in computers. ഈ ഇതിൽ എന്താണ്, എൻ്റയർ ജീനോമിനെ നമുക്ക് സീക്വൻസ് ചെയ്യാനും ഡാറ്റാബേസിൽ, കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റുന്നുണ്ട്. ജീനോം മാപ്പിംഗ് വാസ് ദ നെക്സ്റ്റ് ഗോൾ വിച്ച് വാസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ സാറ്റലൈറ്റ്. റെപ്പിറ്റേറ്റീവ് ഡി എൻ എ സീക്വൻസ് വഴി ജീനോം മാപ്പിങ്ങും ഇപ്പം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണെന്ന്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? ഇവിടെ പ്രോജക്റ്റ് അച്ചീവ് ചെയ്ത സമയം തന്നെ, അതായത് എന്തെങ്കിലും ഡിസീസൊക്കെ വരുവാണെങ്കിൽ, എന്തെങ്കിലും ആൾട്ടർനേഷനൊക്കെ ഏതെങ്കിലും ജീനിന് വരുവാണെങ്കിൽ അത് നമുക്ക് ട്രേസ് ചെയ്യാനും, ആ ഡാറ്റാബേസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഡാറ്റാബേസ് വെച്ച് നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ, ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നു. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ഒരു ടോപ്പിക് കൂടെ പറയാനുണ്ട്. അതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. നമുക്കറിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് എന്താണ്, ജെനറ്റിക് മേക്കപ്പ് ഓഫ് ലിവിങ് തിങ്സ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇറ്റ് ഈസ് എ മെത്തേഡാണ്, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാറ്റലൈറ്റ് ഡി എൻ എ റീജിയൻ ഇൻ ദ ജീനോം. സാറ്റലൈറ്റ് ഡി എൻ എ റീജിയനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്, ജീനോമിനകത്തുള്ള സാറ്റലൈറ്റ് ഡി എൻ എ റീജിയനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. ഓക്കെ, satellite DNA regions are stretches of repetitive DNA which do not code for any specific protein. Satellite DNA എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെച്ച്, ഒരു റെപ്പറ്റേറ്റീവ് ഡി എൻ എയുടെ ഒരു സ്ട്രെച്ചാണ്, ഒരു പോർഷനാണ്. അവിടെ അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു പ്രോട്ടീൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു പ്രോട്ടീൻ ഉണ്ടാവത്തില്ല. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുന്നത്. ദീസ് നോൺ കോഡിംഗ് സീക്വൻസ് ഫോം എ മേജർ ചങ്ക് ഓഫ് ദ ഡി എൻ എ പ്രൊഫൈൽ ഓഫ് ഹ്യൂമൻസ്. ഈ പറയുന്ന നോൺ കോഡിംഗ് സീക്വൻസ് ആണ് ഡി എൻ എയുടെ, ഹ്യൂമൻ ബീങ്സിൻ്റെ ഡി എൻ എ പ്രൊഫൈലിൽ മേജർ ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, ദേ ഡെപിക്റ്റ് എ ഹൈ ലെവൽ ഓഫ് പോളിമോർഫിസം ആൻഡ് ആർ ദ ബേസിസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. ഇവരാണൊരു പോളിമോർഫിസം കാണിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിൻ്റെ ബേസ് ആയിട്ട് കാണുന്നത്. These genes show a high level of polymorphism in all kind of tissues, as a result of which they prove to be very useful in forensic studies. നമുക്കറിയാം ഡി എൻ എ ഈ പറയുന്നത് ഹൈ ലെവലായിട്ടുള്ള പോളിമോർഫിസം കാണിക്കുന്നുണ്ട്, എല്ലാ ടിഷ്യൂസിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഫോറൻസിക് സ്റ്റഡീസിലൊക്കെയാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. എനി പീസ് ഓഫ് ഡി എൻ എ സാമ്പിൾ ഫൗണ്ട് അറ്റ് എ ക്രൈം സീൻ can be analyzed for the level of polymorphism in the non-coding repetitive sequences. After the DNA profile is traced, it becomes easier to find the criminal by performing the DNA fingerprinting for the suspects. നിങ്ങൾ ഫോറൻസിക് എന്ന് പറയുന്നത് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ടായിരിക്കും, അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അല്ല, അവർ ആ ഒരു ഫിംഗർ പ്രിൻ്റ് എടുത്ത് അവർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സെയിം കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ഡി എൻ എയുടെ സാമ്പിളിൻ്റെ ഏത് ഇത് കിട്ടിയാലും അവർക്ക് അനലൈസ് ചെയ്യാനും അത് വെച്ചിട്ട് സസ്പെക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ടും പറ്റും.
Apart from crime scenes, fingerprinting applications also prove useful in finding the parents of an unclaimed baby by conducting a paternity test on a DNA sample from the baby. ബേബിയുടെ DNA സാമ്പിൾ എടുത്ത് പറ്റേണിറ്റി ടെസ്റ്റ് നടത്തുന്നതെങ്കിലും ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്രൈം സീൻ അല്ലാതെ ഒരു ഇത് പറഞ്ഞത്. ഇനി അതിൻ്റെ സ്റ്റെപ്പാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. അലക്സ് ജെഫ്രി ആണ് അദ്ദേഹമാണിത് ഈ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹമാണ് സാറ്റ്ലെ DNA അല്ലെങ്കിൽ VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അദ്ദേഹമാണ് അതിനെ പ്രോബായിട്ട് കൊണ്ടുവന്നതും ഹൈ ലെവൽ ഓഫ് പോളിമോർസ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹം. അതിൻ്റെ സ്റ്റെപ്പ് ഇതാണ്. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുന്നു. ഡൈജസ്റ്റിംഗ് ദ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് DNA ഡൈജസ്റ്റ് ചെയ്യുന്നു. സെപ്പറേറ്റിംഗ് ദ ഡൈജസ്റ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ആസ് പെർ ദ ഫ്രാഗ്മെൻറ്റ് സൈസ് ബൈ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോഫോറസിസ്. ഫ്രാഗ്മെൻറ്റ് സൈസ് വെച്ച് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ബ്ലോട്ടിംഗ് ദ സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ഇൻറ്റു സിന്തറ്റിക് മെംബ്രെയിൻ ലൈക്ക് നൈലോൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോട്ട് ചെയ്യുന്നു. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമല്ലോ. ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലോട്ടിങ് നടത്തും. ബ്ലോട്ടിങ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിന്തറ്റിക് മെംബ്രെയിൻ അതുപോലുള്ള സാധനത്തിലേക്ക് എന്താ പറയുന്നത്, നൈലോൺ അങ്ങനെയുള്ളതിനകത്തേക്ക് ബ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഹൈബ്രിഡൈസ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ ഐസൊലേഷൻ, പിന്നെ ഡൈജഷൻ, സെപ്പറേഷൻ, ബ്ലോട്ടിങ്, പിന്നെ നടക്കുന്നത് ഹൈബ്രിഡൈസേഷൻ. ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലേബൽ ചെയ്യും. VNTR പ്രോബ് വെച്ചിട്ട് ലേബൽ ചെയ്യും. അനലൈസിങ് ദ ഹൈബ്രിഡ് ഫ്രാഗ്മെൻറ്റ് യൂസിങ് ഓട്ടോ റേഡിയോഗ്രഫി. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഹൈബ്രിഡ് ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഏത് വെച്ചിട്ടാണ്? ഓട്ടോ റേഡിയോഗ്രഫി വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഐസൊലേഷൻ, പിന്നെ ഡൈജഷൻ, പിന്നെ സെപ്പറേഷൻ, ബ്ലോട്ടിങ്, hybridization and analyzing of the hybrid fragment using auto radiography കേട്ടോ. അടുത്തത് DNA ഫിംഗർ പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. DNA ഫോറൻസിക് ടെസ്റ്റിനും പറ്റേണിറ്റി ടെസ്റ്റിനും ആണെന്ന് പറഞ്ഞു. അതിന് ഹെൽപ്ഫുൾ ആണെന്ന് നേരത്തെ പറഞ്ഞാണ്. ഇതിൻ്റെ ഫീൽഡിലല്ലാതെ തന്നെ പിന്നെ ഉള്ളത് ഫ്രീക്വൻസി ഓഫ് എ പർട്ടിക്കുലർ ജീൻ ഇൻ എ പോപ്പുലേഷൻ വിച്ച് ഗിവ് റൈസ് ടു ഡൈവേഴ്സിറ്റി. അങ്ങനെ ഒരു പർട്ടിക്കുലർ ജീൻ്റെ ഫ്രീക്വൻസി അറിയാനായിട്ട് നമുക്ക് ഈ പറയുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിക്കാം. ഇൻ എ കേസ് ഓഫ് ദ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ഓർ ജെനറ്റിക് ഡ്രിഫ്റ്റ്, ഫിംഗർ പ്രിൻറ്റിങ് ക്യാൻ ബി യൂസ്ഡ് ടു ട്രേസ് ദ റോൾ ഓഫ് ദിസ് ചേഞ്ച് ഇൻ എവല്യൂഷൻ. ജീൻ ഫ്രീക്വൻസിയും ജെനറ്റിക് ഡ്രിഫ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതെന്താണ്? അതിന് കാരണമാകുന്ന ജീനിൻ്റെ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ അതെന്താണെന്നും, അല്ലെങ്കിൽ ആ കാരണം വഴി എന്തെങ്കിലും ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ടോ, അതിൻ്റെ റോൾ എന്താണ് ഇവല്യൂഷനിൽ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടും ഫിംഗർ പ്രിൻറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? മ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നോക്കി, സെക്സ് ഡിറ്റർമിനേഷൻ നോക്കി, ഇപ്പോൾ ഇതാ ഫിംഗർ പ്രിൻറ്റിങ് നോക്കി, DNA ഫിംഗർ പ്രിൻറ്റിങ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഇപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് DNA റീജിയൻസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നു? അതുവഴി നമ്മൾ മേക്കപ്പ് നടത്തുന്നു അല്ലേ. സാറ്റലൈറ്റ് DNA റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന DNA ആണ്. അതിന് ഒരു സ്പെസിഫിക് പ്രോട്ടീനെ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരുപാട് കൂടുതലായിട്ടുള്ള ഭാഗവും ഈ പറയുന്ന നോൺ കോഡിങ് സീക്വൻസ് തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിൽ കേട്ടോ. വളരെ കുറച്ച് ഭാഗം മാത്രമേ കോഡിങ് സീക്വൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ പറയുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരും വായിക്കാം. ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള സമയമൊന്നുമില്ല ഇനി നമുക്ക്. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരത്തില്ല. ഓക്കെ, താങ്ക് യു.